ഒരു സ്റ്റുഡൻ്റായ ഞാൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റായ നിങ്ങൾ എങ്ങനെ നമുക്ക് ഓൺലൈൻ യൂസ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും? നിങ്ങൾ പലപ്പോഴും ചിന്തിച്ച് കാണും, ചിലപ്പോൾ ഒരുപാട് ഫേക്ക് സംഭവം എല്ലാം നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ഇതൊന്നുമല്ല ഗൈസ്. നമ്മൾ ഓൺലൈൻ യൂസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു റവന്യൂ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം പേടിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഒരു മന്ത്ലി ചെറിയ എമൗണ്ട് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ അത്ര നല്ല കാര്യം, അല്ലെങ്കിൽ ഒരു വീക്കിലി ഡെയിലി നിങ്ങൾക്ക് ചെറിയ എമൗണ്ട് കിട്ടിയാൽ തന്നെ അത്രയും വലിയ കാര്യമല്ലേ. സോ ഇവിടെ നിങ്ങൾക്ക് സ്റ്റുഡൻസ് കാണാം, അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസ് കാണാം, 12th കഴിഞ്ഞവർ കാണാം, അങ്ങനെ പല ആൾക്കാരും കാണാം. അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഒക്കെ പോയിട്ടുണ്ട്. ലൈക്ക് നിങ്ങളിപ്പോൾ 12th 10th നിങ്ങൾക്ക് ടൂർ കാണും. സോ ടൂറിനൊക്കെ നിങ്ങൾ എത്ര പേര് പോയിട്ടുണ്ട് ആൻഡ് എത്ര പേര് പോയിട്ടില്ല. സോ പോയില്ലാത്ത ഫ്രണ്ട്സ് ആണെങ്കിൽ ഒന്നാമത്തെ കാര്യം അവരുടെ ക്യാഷ് കാണില്ല, രണ്ടാമത്തെ കാര്യം അവർക്ക് പേരൻസ് ചോദിക്കാൻ മടി. സോ ഇതൊക്കെ ആയിരിക്കാം അവർക്ക് ടൂറിന് പോകാത്ത കാര്യങ്ങൾ. ആൻഡ് പോയവർ ചിലപ്പം ഓൺ മണി ആയിരിക്കാം, അല്ലെങ്കിൽ പേരൻസിൻ്റെ മണി ആയിരിക്കാം. സോ ഇനിയുള്ളവരാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് നിങ്ങൾ ഡെയിലി ഒരു ചെറിയ എമൗണ്ട് മാറ്റി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റി വയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഡെയിലി 100 റുപ്പീസോ അല്ലെങ്കിൽ 200 റുപ്പീസോ നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ പറ്റിയതിന് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഡെയിലി നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 3 സ്കിൽസ് മാത്രമാണ് പറയാനായിട്ട് പോകുന്നത്. ഈ 3 സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ഈ 3 ജെന്യൂൻ സ്കിൽസ് യൂസ് ചെയ്ത് ആസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് 2 കാറ്റഗറിയാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് എയും ബിയും. എയിലുള്ളത് നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ടഫാണ്, 2 സ്കിൽസാണ് അതിനകത്തുള്ളത്. ബട്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റും. സോ ബിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയാണ്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, സ്റ്റുഡൻ്റ് ആണോ ഹൗസ് വൈഫ് ആണോ ആരും നോക്കണ്ട, നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു റവന്യൂ അല്ലെങ്കിൽ സ്ഥിരതയുള്ള റവന്യൂ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ബി ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ്. കാരണം എന്താ വെച്ചാൽ വലിയ പണിയൊന്നുമില്ല, നമുക്ക് നോളജ് മാത്രം മതി. സോ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വീട്ടിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ നേരെ വീഡിയോട്ട് പോകാം. ഫസ്റ്റ് വൺ ഈസ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഇത് സിമ്പിളാണ്. സിമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും അത്യാവശ്യം പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കമ്പനീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അവരുടെ കമ്പനിയെ നമ്മൾ ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഓൺലൈനായിട്ട് പ്രൊമോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ത്രോ കസ്റ്റമേഴ്സ് പോകുമ്പോഴത്തേക്ക് ചെറിയൊരു പെർസെൻറ്റേജ് കമ്മീഷൻസ് അല്ലെങ്കിൽ വലിയൊരു പെർസെൻറ്റേജ് കമ്മീഷൻ നമുക്ക് ആ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഓരോ സ്റ്റോർ, ഓൺലൈൻ സ്റ്റോറോ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിലോ അവർക്ക് ഓരോ പ്രോഡക്റ്റോ സർവീസസോ കാണും. സോ അത് നമ്മൾ മറ്റൊരാൾക്ക് സെയിൽസിനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ ത്രോ സെയിൽ നടക്കുമ്പോഴത്തേക്ക് ആ ഒരു കമ്പനിക്കാർ നമുക്ക് ചെറിയൊരു പെർസെൻറ്റേജ് ഓർ വലിയൊരു പെർസെൻറ്റേജ് നമുക്ക് ആ ഒരു കമ്മീഷൻ കിട്ടുന്നതായിരിക്കും. അതും കമ്പനിയുടെ അറിവോട് കൂടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇതിനായിട്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു കമ്പനി ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യാം, സോ ഇമെയിൽ വഴി കോൺടാക്ട് ചെയ്യാം, അങ്ങനെ പല സംഭവം വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കുറച്ച് ഈസിയായ സംഭവം പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, ഒരു ഡ്രസ് സ്റ്റോർ നിങ്ങൾ വിചാരിക്കാം. ഒരു ഡ്രസ് സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു ഓൺലൈൻ സ്റ്റോറാണ്, വലിയ കസ്റ്റമേഴ്സോ റീച്ചോ അങ്ങനെ സംഭവമൊന്നുമില്ല. നമ്മൾ നേരെ അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് പോവാണ്. അതായത് കോൺടാക്ട് ചെയ്തിട്ട് പറയാം, ഞാൻ നിങ്ങൾക്കായിട്ട് പ്രൊമോഷൻ ചെയ്ത് നിങ്ങളുടെ സ്റ്റോർ നമ്മൾ പ്രൊമോഷൻ ചെയ്ത് തരാം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കസ്റ്റമേഴ്സിന്റെ 50% കമ്മീഷൻ നമുക്ക് തന്നാൽ മതി. സോ അവരെന്താണ് എസ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫ്കോഴ്സ് നിങ്ങൾക്ക് അവരുടെ സംഭവങ്ങളൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം പേജോ അല്ലെങ്കിൽ ആഡ്സ് ഒക്കെ റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ത്രോ നിങ്ങളുടെ സംഭവം കൊണ്ടായി നിങ്ങളുടെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് പോകുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവരെന്താണ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ 50% കമ്മീഷൻ പെർ സെയിൽ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര ദിവസത്തേക്ക് ഇത്ര രൂപ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓരോ കമ്പനീസിനായിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കുറച്ച് പാടല്ലേ, നിങ്ങൾക്ക് പാട് തന്നെയാണ്. ബട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കമ്മീഷനെ കുറച്ച് വലുതായിരിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ചെറിയ ഓൺലൈൻ സ്റ്റോർ ഇപ്പം പുതിയ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് കമ്പനീസ് ഉണ്ട്. സോ അവരൊക്കെ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. എന്ന് നിങ്ങൾ പറയാം, നിങ്ങളുടെ കമ്പനി നമ്മൾ എന്താണ് ഫ്രീ ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതായിരിക്കും. റിസൾട്ട് പറഞ്ഞെങ്കിൽ മാത്രം നമുക്ക് എന്താണ് ആ ഒരു കമ്മീഷൻ തന്നാൽ മതി. 50% 30% അങ്ങനെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓർ നിങ്ങൾക്ക് മന്ത്ലി പേയ്മെന്റ് നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ അവരുടെ, അതായത് ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ടെങ്കിൽ ആ ഒരു ഓൺലൈൻ സ്റ്റോറിന്റെ സംഭവത്തോട് കൂടി തന്നെ അവരുടെ സംഭവം നമ്മുടെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ നമ്മളിട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ പ്രൊമോഷൻ കണ്ട് പോകുന്ന കസ്റ്റമേഴ്സ്, അതായത് പ്രൊമോഷൻ കണ്ട് എത്ര കസ്റ്റമേഴ്സാണോ പോകുന്നത്, സോ അവർക്ക് സെയിൽ കിടക്കുമ്പോഴത്തേക്ക് നമുക്കായിരിക്കും ആ ഒരു കമ്മീഷൻ അവർ തരുന്നത്. സോ ഇതാണ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. നെക്സ്റ്റ് വൺ ഈസ് മെറ്റ ആഡ്സ്. ഗൈസ് ഇത് വെച്ച് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന അറിയാമോ? സോ ഇതിനെ തന്നെ കാറ്റഗറി ഒരുപാട് കാറ്റഗറി. മെറ്റ ആഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇൻസ്റ്റാഗ്രാം ആഡ്സും പറയാനായിട്ട് പറ്റും, ഫേസ്ബുക്ക് ആഡ്സും പറയാനായിട്ട് പറ്റും. കാരണം മെറ്റ കമ്പനി ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ആണ്. സോ ഇത് ത്രൂ എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും? ഗൈസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോറിയൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ച് ആഡ്സ് വരാൻ ചാൻസ് ഉണ്ട്, അതായത് ആഡ്സ് വരും. സോ അതൊക്കെ ചെയ്യുന്നത് മെറ്റ ആഡ്സ് വഴിയാണ്. അപ്പോൾ ചിലത് ഓൺ വെബ്സൈറ്റ് പ്രൊമോട്ട് അല്ലെങ്കിൽ ഓൺ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ ഒരു സംഭവം എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടി പോകുന്നത്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാണ്ട് പറ്റിയ സംഭവം വെച്ച്.
ഗൈസ് ഇവിടെ നമ്മൾ എക്സ്പീരിയൻസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങളിപ്പോൾ മെറ്റ ആഡ്സ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ മെറ്റ ആഡ്സ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ക്യാമ്പയിനൊക്കെ ആ ഒരു മെറ്റ ആഡ്സ് ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഇത് നിങ്ങൾ എത്ര രൂപ സ്പെൻഡ് ചെയ്തോ കൺവേർഷൻസ് എല്ലാ സംഭവവും കാണാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങളുടെ സിമ്പിളാണ്, നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക. അതെന്നിട്ട് പറയാം നിങ്ങളുടെ വിത്ത് പ്രൂഫ്. ഓക്കെ, അതാണ് ഞാൻ പറയുമ്പോൾ എക്സ്പീരിയൻസ് മാത്രമാണ് നമ്മൾ നോക്കുന്നതെന്ന്. നിങ്ങൾ ചെയ്ത മെറ്റ ആഡ്സിന്റെ ആ ഒരു ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഓഫ്ലൈൻ വിസിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് പറയാം ഞാൻ എന്താ ചെറിയ മുതൽ മുടക്കിലാണ് ഞാൻ ഇത്രയും സംഭവം ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ കൺവേർഷൻ റേറ്റും എല്ലാം കാണാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്ര രൂപയ്ക്ക് ചെയ്തു തരാം, അങ്ങനെ പറയാം. ഓക്കെ, സോ എന്നിട്ട് എന്താണ്, ഇപ്പം നിങ്ങൾ ഒരു 20,000 രൂപയ്ക്ക് ആഡ്സ് റൺ ചെയ്തതിനു ശേഷം അവർക്ക് 1,00,000 രൂപയുടെ ടേൺ ഓവർ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 40% കമ്മീഷൻ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ദിസ് ഈസ് മെറ്റ ആഡ്സ്. നിങ്ങൾക്ക് മെറ്റ ആഡ്സ് ഒരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ കമ്പനിയിൽ കയറാൻ പറ്റുന്നതായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈൻ വഴി ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇങ്ങനെ ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ മെറ്റ ആഡ്സിൽ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് മാത്രമാണ്. കാരണം നമ്മളിപ്പോൾ എത്ര രൂപ മുടക്കുന്നു എന്നതിലല്ല, നമ്മൾ എത്ര രൂപ മുടക്കി എത്ര ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. സോ അതാണ് അവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ ദിസ് ഈസ് മെറ്റ ആഡ്സ്. സോ ഈ മെറ്റ ആഡ്സും പെർഫോമൻസ് മാർക്കറ്റിംഗും നമുക്ക് ഒന്നിച്ചെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. കാരണം പെർഫോമൻസ് മാർക്കറ്റിംഗിൽ നമുക്ക് ഈ മെറ്റ ആഡ്സ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങളും എ പാർട്ടിലുള്ളതാണ്. ആൻഡ് ദ തേർഡ് വണ് നമുക്ക് ബി പാർട്ടിലേക്ക് കൂട്ടാം. ബി പാർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി വേ ആണ്. സോ തേർഡ് വൺ ഈസ് കോണ്ടന്റ് ക്രിയേഷൻ. കോണ്ടന്റ് ക്രിയേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗോഡ് ലെവൽ പ്ലാനിൽ നമുക്ക് വെക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ടോപ്പ് ടയറിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ. സംഭവം വേറെ ഒന്നുമല്ല, നിങ്ങളൊരു സ്മാർട്ട് ഫോൺ മതി, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിൽ ക്യാമറ ഉണ്ടായാൽ മതി, വേറെ ഒരു സംഭവം വേണ്ട. നിങ്ങൾക്കൊരു സ്കില്ലുണ്ടോ, അല്ല നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നൊരു വ്യക്തിയാണോ, അത് നിങ്ങൾക്ക് ഓരോ ദിവസമോ വീക്കിലിയോ നിങ്ങൾക്ക് എന്താണ് വീഡിയോ ആയിട്ട് ഷോർട്സ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഇതിന് ഒരു കാര്യം മാത്രം മതി, കോൺസിസ്റ്റൻസി, അതായത് സ്ഥിരത. ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടന്റ് ക്രിയേഷനിലോ ഞാൻ ഈ പറഞ്ഞ ഒരു സംഭവത്തിലോ നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് പറ്റില്ല. ഈ കോണ്ടന്റ് ക്രിയേഷൻ ഉണ്ടെങ്കിൽ പലതരത്തിലുണ്ട്, ബ്ലോഗിങ്ങോ അല്ലെങ്കിൽ എന്താണ് പല സംഭവത്തിലുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു നോളജ് ഉണ്ടെങ്കിൽ ആ നോളജ് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഒരു ചാനൽ തുടങ്ങാനായിട്ട് പറ്റും. നിങ്ങൾ കുക്കിംഗ് ചെയ്ത വ്യക്തിയാണെങ്കിൽ എന്താണ്, നിങ്ങൾ അടിപൊളിയായിട്ട് കുക്ക് ചെയ്ത വ്യക്തിയാണെങ്കിൽ തന്നെ നിങ്ങൾ കുക്കിങ്ങിനായിട്ടൊരു ചാനൽ തുടങ്ങാനായിട്ട് പറ്റും. സോ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന വ്യക്തി, നിങ്ങൾ ഒരുപാട് പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു ചാനൽ തുടങ്ങിയ ശേഷം ആ ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യാൻ പറ്റും. സോ അങ്ങനെയൊക്കെ പല സംഭവം യൂസ് ചെയ്ത് നമുക്കൊരു കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കും, അതായത് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ഇനി ഏത് നൂറ്റാണ്ടിലാണ് പൈസ കിട്ടുന്നത്, അതായത് എൻ്റെ വീഡിയോക്ക് ആരാണ് കാണാനുള്ളത്. ഗൈസ് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ കാണുന്ന ഒരു യൂട്യൂബ് ചാനലും കാണാൻ പോകുന്നില്ല. അതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നതല്ല കാര്യം. നിങ്ങൾ ഗൈസ് നിങ്ങൾ ഈ ഒരു കാറ്റഗറിയിൽ ഈ ഫീൽഡിൽ നിങ്ങൾ എന്താണ് ഈ ഒരു വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. അപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ ഇതിന് ഒരുപാട് ചാനൽസ് ഉണ്ട്, അതിൻ്റെ കുക്കിങ്ങിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഡിഫറൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റും. സോ ആ രീതിക്കുള്ള ഐഡിയ കണ്ടുപിടിച്ചിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക, അതിനെ അപ്ലോഡ് ആക്കാം. സോ ഒരു കോണ്ടന്റ് ക്രിയേഷൻ ഒരു അപ് ടു 8 months തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസ് കിട്ടുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഡെയിലി ഒക്കെ അപ്ലോഡ് ആക്കുന്ന വ്യക്തിയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 8 months തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളും സെറ്റായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഇതിന് അത്യാവശ്യം നല്ല റവന്യൂ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഇതിനകത്ത് ഒരുപാട് കുറച്ച് പ്രശ്നൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം ഫ്രണ്ട്സ് കണ്ട എന്തായിരിക്കും. രണ്ടാമത്തെ കാര്യം ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് നൈബേഴ്സ് കണ്ട എന്തായിരിക്കും, ഒരു ചമ്മളില്ലേ. അതൊരു കുഴപ്പമില്ല ഗൈസ്. നിങ്ങൾ 10 years കഴിഞ്ഞ് ചിന്തിച്ച് നോക്കുക, ഞാൻ ഇന്ന് ഈ ഒരു സംഭവം തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പം എന്തെങ്കിലും അത്യാവശ്യം റവന്യൂ ഉണ്ടാകിന. ഓക്കെ, സോ ഗൈസ് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങളാണ് വീഡിയോ റെക്കോർഡ് ആക്കുന്നത്, നിങ്ങളുടെ എഫേർട്ടാണ്, അല്ലാതെ അവരൊന്നും ചെയ്യുന്നില്ല. സോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു സംഭവം വേണ്ട, ജസ്റ്റ് നിങ്ങൾ ഡെയിലി ഡോക്യുമെന്റ് ചെയ്യുക. അതായത് ഡെയിലി രാത്രി ഒന്ന് സ്ക്രീൻ ഓണാക്കി വെച്ചിട്ട് പറയാം ഞാൻ രാവിലെ സംഭവം ചെയ്തു. അതായത് രാത്രി വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് റെക്കോർഡാക്കി നിങ്ങൾക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റും. ഓക്കെ, അത്രമാത്രം ഡെയിലി അപ്ലോഡാക്കി പോയാൽ മതി. അതായത് സ്കില്ലുണ്ടെങ്കിൽ ഡാൻസറാണോ, സോ അങ്ങനെയൊക്കെ പല സംഭവം ചെയ്യാണ്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കോണ്ടന്റ്. അതായത് ഈ ഒരു 3 മെത്തേഡ് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ഫസ്റ്റ് വൺ ഈസ് പെർഫോമൻസ് മാർക്കറ്റിംഗ്. ഇത് ഒരിക്കലും ഒരു സിമ്പിൾ വേ അല്ല, ബട്ട് നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള കമ്മീഷൻ നിങ്ങൾക്ക് ഇതുവഴി ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് മെറ്റ ആഡ്സ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രൊഫഷണൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്. നിങ്ങൾ എത്രമാത്രം ആഡ്സ് റൺ ചെയ്യുന്നുള്ള കാര്യം, നിങ്ങൾ എത്രമാത്രം ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് ലാർജ് എമൗണ്ട് ഓഫ് കൺവേർഷൻ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് മെറ്റ ആഡ്സ് തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫീൽഡ് ഉണ്ട്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് കോണ്ടന്റ് ക്രിയേഷൻ. നിങ്ങളുടെ ഐഡിയാസോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയും, നിങ്ങൾക്കൊരു നെക്സ്റ്റ് 50 years ആയ 100 years എടുത്താൽ തന്നെ കോണ്ടന്റ് ഈസ് കിങ്. അതായത് നിങ്ങൾ ഈ ഒരു ഫീൽഡിലൊക്കെ എത്രമാത്രം ഡിഫറൻ്റ് ആയിട്ട് നിൽക്കും, നിങ്ങൾക്ക് അത്രയും മാത്രം നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഓഡിയൻസിലേക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസോ അല്ലെങ്കിൽ കിട്ടിയെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാം. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു 3 സ്കിൽസും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ആൻഡ് നല്ല റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്തിനൊക്കെ കണ്ടുകൊണ്ട് കമന്റ് ആക്കേണ്ട മറക്കണ്ട. ആൻഡ് ഇതിനെ മികച്ച അടുത്ത വീണ്ടും കാണാം. സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട.